ഹലോ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജോലിക്കാരൊക്കെ ഇന്ന് ലീവുള്ള ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ ഇതാ ഇന്ന് നമ്മളെ വീട്ടമ്മമാർക്ക് ഞായറാഴ്ച, ശനിയാഴ്ച അങ്ങനെ ഒരു ദിവസം നമുക്ക് ലീവില്ല. നമുക്ക് എല്ലാ ദിവസവും പണി തന്നെയല്ലേ. അപ്പോൾ ഇതാ മക്കളൊക്കെ മദ്രസ പോയിട്ടുണ്ട്. അപ്പോൾ മക്കൾ വരുമ്പോഴത്തേനും വേഗം ചായയും കടിയാക്കണം. അപ്പോൾ ഞാനിതാ അവർ കിടന്ന ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നേരാക്കിയിട്ട് വേണം വേഗം ചായയും കടി ഉണ്ടാക്കാൻ. ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിലാട്ടോ കുട്ടികൾക്കും സമാധാനത്തിലിരുന്ന് ചായ കുടിക്കാനൊക്കെ ഒന്ന് സമയം കിട്ടും. അല്ലെങ്കിൽ മദ്രസ വിട്ട് വന്ന് സ്കൂളിൽ പോകാനാകുമ്പോഴത്തേക്കുള്ള വണ്ടി വരുന്ന തിരക്കും ചായ കുടിക്കലും യൂണിഫോം മാറ്റലും മുടി കെട്ടലും എന്ന് പറഞ്ഞ ഒരു ജഗപ്പൊക്കെ ഇരിക്കും. അപ്പോൾ ശനിയും ഞായർ ദിവസങ്ങളാണ് കുറച്ച് നേരമെങ്കിലും ഇരുന്നവർക്കൊന്നും ചായ കുടിക്കാനുള്ള സമയം കിട്ടുക. അപ്പോൾ ഇന്ന് 10 മണി വരെ മദ്രസ ഉണ്ട്. അപ്പോൾ മദ്രസയിലേക്ക് സ്നാക്സ് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ദോശ കഴിക്കുന്നത് കൊണ്ട് ഞാൻ കരുതി ഇന്നിപ്പോൾ എന്താ വെള്ളപ്പം ചൂടാന്ന് വെച്ചിട്ട് ഇന്നലെ അരിയൊക്കെ അരച്ച് മാവ് പൊന്താൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറിയായിട്ട് ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്റ്റൂ പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടതാ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഞാനത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി കൂടെ ഒരു സ്പൂണും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പൂണിൻ്റെ വിദ്യ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഒന്ന് കണ്ടതാണ്. നമ്മൾ സ്പൂൺ ഇട്ടല്ല അതിൻ്റെ മുകളിൽ കൂടെ തിളച്ച് പറയൂല എന്നിട്ട് പറയാം. അപ്പം എനിക്കത് ഏകദേശം ചില ഇതിലൊക്കെ അങ്ങനെ ശരിയാവലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പം പിന്നെ ഞാനിപ്പോൾ ചുടുന്നില്ല. കുട്ടികൾ വന്നിട്ടേ ചൂടുള്ളൂ കേട്ടോ. എപ്പോഴേ ചുട്ടുണ്ടെങ്കിൽ ഒരു വരുമ്പോഴത്തേക്കും തണുത്ത് പോകും. പിന്നെ കറിക്കുള്ളത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുമ്പോൾ ചായ കുടിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ. അപ്പോൾ അത് വേഗം ഒന്ന് കഴുകി വെക്കട്ടെ എന്ന് എഴുതി. അപ്പോൾ സിങ്കിൽ കുറേ പാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഇടങ്ങാറാണ്. അപ്പോൾ ഞാൻ കുറച്ചാകുന്നതിനനുസരിച്ച് വേവി അത് കഴുകി ക്ലീനാക്കി വെച്ചാൽ പിന്നെ ആ പണി അങ്ങോട്ട് തീർന്നല്ലോ. പിന്നെ നമുക്ക് പിന്നെ പെരങ്ങുന്നത് കഴുകി വെച്ചാൽ മതി. പിന്നെ അതൊക്കെ കഴുകി പിന്നെ സിങ്കൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി വെക്കാൻ നിന്ന്. അപ്പോൾ എന്താ കുക്കറിൽ കറി റെഡി ആകുന്നുണ്ട്. അപ്പോഴത്തേന് ഐഷു പുറത്തുനിന്ന് കറിയുന്ന ഒച്ചയൊക്കെ ഉണ്ട്. ഐഷുവിന് ഇന്ന് ചെറിയൊരു ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ കാലാവസ്ഥേൻ്റെ തണുപ്പിൻ്റെ കായം കൊണ്ട് ഇത് ഐഷുവിന് ചെറിയൊരു ജലദോഷവും ചെറിയൊരു ജലദോഷപ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഐഷുവിന് ആവി പിടിക്കൽ ഇതൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. ഇപ്പോൾ കഫക്കെട്ട് ആകുന്നതിൻ്റെ മുമ്പ് മാറ്റണം. അപ്പോൾ അങ്ങനെ ഇതാ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഞാൻ ലീവുള്ള ദിവസങ്ങൾ ജുനൈസ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഹോം തിയേറ്ററിൽ ഇങ്ങനെ ഖുറാനോ ഓതുന്നോ വയലായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂപ്പര് ഇങ്ങനെ ഓണാക്കി വെക്കും കേട്ടോ. ഞാൻ അധികം പാട്ട് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ പാട്ട് കേട്ടൊക്കെ പാടിയെടുക്കാൻ നല്ല ഉഷാറായിട്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ അതിൻ്റെയാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജുനൈസ്ക്ക് വണ്ടിയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മളെ കിണറിന് ചുറ്റും ഈ മഴയത്ത് വയലും കൂടെ അല്ലേ, ചളി ഇറങ്ങുന്നതും കൊണ്ട് ചുറ്റും മണലിട്ടിരുന്നു കേട്ടോ. പൈസ ഇപ്പോൾ ഫുൾ ടൈം ആ മണലുള്ള കളി ആയതുകൊണ്ട് ഇപ്പോൾ അതിന് ചുറ്റും ജുനൈസ്ക്ക് കുറച്ച് പരിക്കിനിട്ട് കാരണം അതിനുള്ള സിമെൻറ്റ് കൂട്ടി പരിക്കിടുന്ന തിരക്കാണ്. അപ്പോഴത്തേക്കിനും ഇതാ മക്കളും മദ്രസ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഒരു വേഗം സ്പീഡിൽ നിന്ന് ചായ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നാത്തൂൻ്റെ കുടുംബത്തിലൊരു കല്യാണമാണ്. അപ്പോൾ ഉമ്മച്ചിയും മക്കളും ഉപ്പച്ചിയും ആയിട്ട് പോകുന്നത്. അപ്പോൾ അതിനുള്ള സ്പീഡിലുള്ള ചായ കൂടിയാണ്. അങ്ങനത്തെ ഒരു വേഗം ചായ കുടിക്കുക, അല്ലെങ്കിൽ വന്നാൽ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചായ കുടിക്കായിരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഒരു വേഗം ചായയൊക്കെ കുടിച്ച് അങ്ങനെ മാറ്റി ഒരു പോവാൻ റെഡിയായി ഇറങ്ങിയിട്ട് പൈസയും കരയുന്നുണ്ട് പോകാൻ. പൈസേനെ പറഞ്ഞയക്കാൻ പറ്റില്ല കേട്ടോ, ബസ്സിലൊക്കെ കയറി പോകുന്ന സ്ഥലമാണ്. ഇവരെ തന്നെ ഉമ്മച്ചി കൊണ്ടുവരുന്നത് കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണിയാണ്. പിന്നെ ഇവർ പോയിട്ട് എനിക്ക് ഇനിയും പണികളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഐശിനെ ഉറക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് പോകും. ടാറ്റാ.